Good afternoon, all. Good afternoon. Okay, നമ്മള് എന്താണ് നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ചാപ്റ്റർ ആണെന്ന്. ഓക്കെ, അപ്പോ അതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിട്ട് നിർത്തിയത്? എന്താ പറയാ, സിഗ്നിഫിക്കൻസ് ഓഫ് എ ജോബ് അല്ലേ, ഇതുവരെയാണ് അതിന്റെ എല്ലാ പോയിന്റ്സും ആണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? സിഗ്നിഫിക്കൻസ്. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് എടുക്കാനുള്ളത് എന്താണ്? അപ്രോച്ചസ് ഓഫ് എ ജോബ് ഡിസൈൻ ആണ്. ജോബ് ഡിസൈൻ എന്നുള്ളത് എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുണ്ട് അല്ലേ? അത് നല്ല അടുപ്പിച്ചിട്ട് ക്രമീകരിക്കുന്ന ഒരു രീതിയുണ്ട് എന്നിട്ടാണ് അതൊരു ജോബ് ഡിസൈൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള അപ്രോച്ചസ്, സമീപനങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഒക്കെയാണോ? സ്റ്റാർട്ട് ചെയ്യാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. There are 5 main approaches to job design and therefore. അതായത് ഈ ഒരു സമീപനങ്ങൾ, ഒരു ജോബ് ഡിസൈൻ നടത്തുമ്പോൾ ചില സമീപനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതായത് കാര്യക്ഷമമായിട്ട് നമ്മൾ ജോബ് ഡിസൈൻ ചെയ്താൽ മാത്രമാണ് അതിന്റെ ഗുണം എല്ലാവർക്കും അല്ലെ ഫേവറബിൾ ആയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 5 മെയിൻ അപ്രോച്ചസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ ആണ്. എന്താണ് വർക്ക് സിംപ്ലിഫിക്കേഷനിൽ പറയുന്നത്? അസ്യൂംസ് ദാറ്റ് വർക്ക് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ റിപ്പീറ്റീവ് ടാസ്ക് ദാറ്റ് മാക്സിമൈസ് എഫിഷ്യൻസി. ഓക്കെ, നമ്മളൊരു സിമ്പിൾ ആയിട്ടാണ് വർക്ക് അതിൽ ക്രമീകരിച്ചേക്കണമെങ്കിൽ നമുക്കറിയാം അത് വളരെ അല്ലെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മാക്സിമം എഫിഷ്യന്റോട് കൂടിയിട്ട് ആ വർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അതൊരു സിമ്പിൾ പോർഷൻ അല്ലെ, ഓരോരുത്തർക്കും ഉള്ള കുട്ടികള് അത് സിമ്പിൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്താണ് വെച്ചേക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ലാതെ തന്നെ അത് അണ്ടർസ്റ്റാൻഡ് അല്ലെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ആ അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടികൾ അനുസരിച്ചിട്ട് ഡ്യൂട്ടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് വർക്ക് സിംപ്ലിഫിക്കേഷൻ. ഇപ്പൊ എന്താണ് ജോബ് ഡിസൈൻ വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ള അപ്രോച്ചസ് സ്വീകരിക്കേണ്ടതാണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ. ഇനി വീണ്ടും പറയുന്നത് ജോബ് എൻലാർജ്മെന്റ്. എന്താണ് ജോബ് എൻലാർജ്മെന്റിൽ പറയുന്നത്? അതായത് നമുക്കറിയാം ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ഓഫ് ജോബ് ഡ്യൂട്ടീസ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എന്താ പറയുന്നത്? ഒരു ജോബുകൾ അല്ലെ അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസുകൾ അത് ഇച്ചിരി കൂടി എക്സ്പാൻഡ് ചെയ്യുക. അതായത് ഓരോരുത്തർക്കും ഇന്ന ചുമതലകളുണ്ട് അല്ലെ, കൃത്യമായിട്ട് തന്നെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അസംഷനിൽ തന്നെ അവർക്ക് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്, ഇന്ന ഡ്യൂട്ടീസുകളുണ്ട്, അവർക്ക് ഇന്ന ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ള അത് ചെയ്തു തരണം, അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ അല്ലെ അത് വർദ്ധിപ്പിച്ച് നൽകിയാണെങ്കിൽ നമുക്കറിയാം ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് തന്നെ അലോട്ട് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാനും സാധിക്കും അല്ലെ? ഓക്കെ, ഇന്ന സമയത്ത് ഡ്യൂട്ടി ചെയ്തു തീർന്നില്ലെങ്കിൽ അതനുസരിച്ചിട്ട് എന്തുകൊണ്ട് ചെയ്തു തീർന്നില്ല അല്ലെ, അവിടെ നടപടികൾ എടുക്കാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ
കൃത്യസമയം വെച്ചുകൊണ്ട് തന്നെ ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നമുക്ക് റിസൾട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഉഴപ്പൻ സമീപനങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ശരിയാണോ? ഉണ്ടാവില്ലേ? ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകമായിട്ടുള്ള നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവിടെ ഒരു കൺട്രോളിംഗ് പവർ ഉണ്ട് അല്ലെ. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് അവരുടെ റിസൾട്ടുകളും അല്ലെ അവരവരുടെ ഡ്യൂട്ടീസിന്റെ റിസൾട്ടുകളും നല്ല മാക്സിമം തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ഇച്ചിരി നേരം ആയതുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ മടിച്ചിരിക്കുകയാണോ? ഓക്കെ, നെക്സ്റ്റ് ഓക്കെയാണ് ജോബ് റൊട്ടേഷൻ. എന്താണ് ജോബ് റൊട്ടേഷനിൽ എന്താ പറയുന്നത്? നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. The process of rotating workers among different narrowly defined tasks without disturbing the flow of work. നമുക്ക് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ. അത് മാറി 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 വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് ടാസ്കിനെ കുറിച്ചിട്ട് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്. എവിടെയെങ്കിലും ഒരു ട്രബിൾ സംഭവിച്ച, എവിടെയെങ്കിലും ഒരു ആബ്സെന്റിസം വന്നു കഴിഞ്ഞാൽ തന്നെ അവര് ആ വർക്കിന് തടസ്സങ്ങൾ നേരിടില്ല. കാരണം എന്താണ്, എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വർക്കിനെ കുറിച്ചിട്ടും ധാരണയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ആബ്സെന്റ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് മാനേജ് ചെയ്യാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് സാധിക്കും. അപ്പൊ എന്താണ് ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജോലി ഈ തരത്തിലുള്ള ജോലികൾ അവർക്കും അല്ലെ എല്ലാ വർക്കേഴ്സിലേക്കും മാറി മാറി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു ജോബ് സിംപ്ലിഫിക്കേഷൻ, സെക്കൻഡ് വണ് ജോബ് എൻലാർജ്മെന്റ്, തേർഡ് വണ് എന്താണ്? ഞാൻ മാത്രമാണോ സംസാരിക്കേണ്ടത്? തേർഡ് വൺ എന്താണ്? എന്താണ് തേർഡ് വൺ പറഞ്ഞത്? ജോബ് റൊട്ടേഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ഒന്നിച്ച് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ബോറായിട്ട് തന്നെ ക്ലാസ് പോകും അല്ലെ. നിങ്ങൾ ഇങ്ങനെ കേട്ടിരുന്ന് ചിലപ്പോൾ എന്താണ് അവിടെ ഇരുന്ന് ഉറങ്ങും, നമ്മൾക്ക് കാണാൻ കൂടി കഴിയില്ല അല്ലെ. അങ്ങനെ ആവരുത്, ക്ലാസ്സിൽ തന്നെ എന്തെങ്കിലും ജസ്റ്റ് ക്യാച്ച് ചെയ്ത് പോവാം. ഓക്കെ, എന്താണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ പറഞ്ഞു, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ. നെക്സ്റ്റ് ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ജോബ് എൻറിച്ച്മെന്റ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്? A process of putting specialized tasks back together so that one person is responsible for producing a whole product or an entire service. ഓക്കെ, നമുക്കറിയാം ഒരു മുഴുവൻ സേവനം അല്ലെ, അവിടെ ഒരു മുഴുവൻ സേവനങ്ങൾ, ഒരു കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയിലേക്ക് എല്ലാ വിവിധങ്ങളായ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അല്ലെ. നമുക്കറിയാം ഒന്നിച്ചു നിന്നിട്ട് വർക്ക് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് നേട്ടം? അവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ബാക്ക് ടുഗദർ അല്ലെ, അവിടെ ഒന്നിച്ചു നിന്ന് കൈകാര്യം ചെയ്യാനായിട്ട് വിവിധങ്ങളായിട്ടുള്ള എല്ലാവരും അല്ലെ ആ ജോലിയോട് ചേർന്ന തരത്തിലുള്ള എല്ലാ കഴിവും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. So that one person responsible for producing one product or an entire service. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഒരാൾക്ക് തന്നെ എല്ലാം അല്ലെ എല്ലാ ഫലങ്ങളിലേക്കും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അത് മാത്രമല്ല എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അല്ലെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്നുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ജോബ് എൻറിച്ച്മെന്റ് അതിൽ എന്താണ് കൂട്ടിച്ചേർക്കേണ്ടതാണ്. ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ വേണമെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഗിവിംഗ് എ ടീം rather than an individual a role and meaningful work to be done. ഓക്കെ, നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലാവുമ്പോൾ പ്രധാനമായിട്ടും ഒരു പർട്ടിക്കുലർ പേഴ്സണെ മാത്രം ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ ഡ്യൂട്ടി അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അങ്ങനെയുള്ള ഒരു മൈൻഡിലേക്ക് വരും അല്ലെ. അതേസമയം മൊത്തത്തില് അല്ലെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഇന്ന ഡ്യൂട്ടി ചെയ്യണം, ഇന്ന ഗ്രൂപ്പുകാരെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അങ്ങനെ ഒരു ഇത് വരുമ്പോഴെന്താണ് ആ ഗ്രൂപ്പിലെ ഓരോ പേഴ്സണും റെസ്പോൺസിബിൾ ആണ് അല്ലെ. ഇത് ചെയ്ത് തീർന്നില്ല എങ്കിൽ അത് നമ്മളുടെ ഇതിനെ ബാധിക്കും അല്ലെ. നമ്മൾ അവരെക്കാളും ബെറ്ററായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്പീഡില് കൈകാര്യം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡൻസി വേണം അല്ലെ. ഒരു മോട്ടിവേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ അവരിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. തീർച്ചയായിട്ടും എന്താണ് അവരെ മാക്സിമം സ്പീഡിൽ തന്നെ മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവുകയും ചെയ്യും.
ഓക്കെ, അപ്പൊ ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് സിമ്പിളി നമുക്ക് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം. എൻലാർജ്മെന്റ് അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് അല്ലെങ്കിൽ റൊട്ടേഷൻ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ടീം ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ജോബ് ഡിസൈൻ ചെയ്ത് ക്രമീകരിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെ അപ്രോച്ചസ് ആണ് ജോബ് ഡിസൈനിൽ വേണ്ടതെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. ഇത്തരത്തിലുള്ള അപ്രോച്ചസുകൾ സ്വീകരിക്കേണ്ടതാണ് അല്ലെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് അനാലിസിസ് ആണ്. എന്താണ് ജോബ് അനാലിസിസിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു എഡ്വിൻ പി ഫ്ലിപ്പോ, job analysis is the process of studying and collecting information relating to the operations and the responsibilities of a specific job. The immediate products of this analysis are the job descriptions and the job specifications. Okay. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൊക്കെ നോട്ട് ചെയ്യേണ്ടതാണ്. ആരുടെ അഭിപ്രായത്തിലുള്ള ഓരോ ഡെഫിനിഷൻ ആണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. എനിക്കറിയാം എന്താണ് മോക്ക് ടെസ്റ്റ് ആണ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബൈഹാർട്ട് ഒന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കി വെക്കുക, എഡ്വിൻ ബി ഫ്ലിപ്പോ. അതാണ് അദ്ദേഹം എന്താ പറയുന്നത്? ജോബ് അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സ്പെസിഫിക് ജോബ്. അല്ലെ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അത് മാത്രമല്ല ആ ജോലിയിലെ പ്രവർത്തനങ്ങൾ എന്താണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അത് കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? എന്താണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു സ്പെസിഫിക് അല്ലെ, ഏതെങ്കിലും ഒരു ജോലി, ഒരു പ്രത്യേക ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ് അല്ലെ. ഇപ്പൊ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു നഴ്സ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള ജോലികളാണ്. അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അതല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവർത്തനങ്ങൾ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും അല്ലെ, അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ എന്താണ് കണക്ട് ചെയ്യുകയും അതേമാതിരി തന്നെ സ്റ്റഡി ചെയ്യുകയും അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. The immediate products of this analysis are job description and job specification. അതായത് അതിൻ്റെതായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് ജോബ് ഡിസ്ക്രിപ്ഷനും മറ്റൊന്ന് ജോബ് സ്പെസിഫിക്കേഷനും. നമുക്കറിയാം ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനൊക്കെ നമുക്ക് വൈഡായിട്ട് തന്നെ പഠിക്കാനുണ്ട് അടുത്ത സെക്ഷനിൽ അല്ലേ. അതിൽ എന്നാലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെ, ഒരു ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് അത്
ചെയ്യണമെങ്കിൽ അല്ലെ, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു നഴ്സിനാണെങ്കിൽ നഴ്സിന്റേതായ ഒരു ക്വാളിഫിക്കേഷൻ വേണം, ഒരു അക്കൗണ്ടന്റ് ആണെങ്കിൽ അക്കൗണ്ടന്റിന്റേതായ ക്വാളിഫിക്കേഷൻ വേണം അല്ലെ. അതിന് അനുസരിച്ചുള്ള ഒരു ക്വാളിഫൈഡ് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനാണ് അത്തരം ഡ്യൂട്ടികൾ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ട എന്ത് ക്വാളിഫൈഡ് ആയ പേഴ്സൺ ആണ് അല്ലെ, ആ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള പഠനം അതാണ് എന്താണ് ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നത്. അതേസമയം ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഏത് തരത്തിലുള്ള ജോലിയാണ്, ജോലി എന്താണ് അല്ലെ, ജോലിയുടെ സ്വഭാവം എന്താണ്. അതായത് ചിലപ്പോൾ നഴ്സിംഗ് ഡ്യൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു അക്കൗണ്ടന്റിന്റെ ജോലി ആയിരിക്കാം, ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ ജോലി ആയിരിക്കാം വേണ്ടത്. അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ആണ് എങ്കിൽ അതെന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ. ദെൻ ആ ജോലി ചെയ്യേണ്ട പേഴ്സൺ അല്ലെ, ക്വാളിഫൈഡ് പേഴ്സൺ, ആ പേഴ്സണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ജോബ് സ്പെസിഫിക്കേഷനിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അതുകൊണ്ടാണ് രണ്ട് മീഡിയേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെങ്കിൽ ആ ജോലി എന്താണെന്ന് അറിയണം, അത് ആർക്കാണ് ആ ജോലി ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയണം അല്ലേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എന്താണ് നമ്മള് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞത്? എന്താണ് നമ്മൾ വിശേഷിപ്പിച്ചത്? ഒരു പ്രത്യേക ജോലി, ആ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ആ ജോലിയുടെ പ്രവർത്തനങ്ങൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുകയും അതേമാതിരി തന്നെ പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ, പ്രധാനമായിട്ടും. ഒരു ജോലിയുണ്ട്, ഒരു ക്ലീനിങ് ജോലി ആയിരിക്കാം, ഒരു അക്കൗണ്ടന്റിന്റെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു അഡ്വക്കേറ്റിന്റെ ജോലി ആയിരിക്കാം, ഡോക്ടറിന്റെ ജോലി ആയിരിക്കാം. അതായത് ആ ഒരു ജോലി, ഒരു പ്രത്യേക ജോലി അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അത് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വിടും. ഓക്കെ ആണോ? ജോലിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എന്തിൽ വിടും? എത്ര സമയം വർക്ക് ചെയ്യണം, ഇന്ന ജോലികളാണ് അവർ ചെയ്യേണ്ടത്, അതൊക്കെ എന്തിൽ വിടും? ജോബ് ഡിസ്ക്രിപ്ഷനിൽ വിടും. ക്ലിയർ ആയോ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ? മനസ്സിലായോ? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ജോബ് അനാലിസിസ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. അപ്പൊ ഏത് തരം ജോലിയാണ്, ഏത് സമയമാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഉണ്ടാവുന്നത്, അത് ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്തിൽ വിടും? ജോബ് ഡിസ്ക്രിപ്ഷനിൽ വിടും. ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ജോലി അല്ലെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ജോലി ചെയ്യാൻ യോഗ്യനായ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ആൻഡ് നോളജ് അല്ലെ, അവർക്ക് ചിലപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് വേണം, ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ആ ജോലി ചെയ്യേണ്ട വ്യക്തിക്കുള്ള സ്കിൽ ആൻഡ് നോളജ് ആണ് ഇതിൽ പെടുന്നത്, ജോബ് സ്പെസിഫിക്കേഷനിൽ പെടുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ ക്ലിയർ ആയോ? കിട്ടിയോ? ഇത് ചെറിയൊരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ധാരാളം നമുക്ക് വിവരിച്ച് പഠിക്കാനുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ഒന്ന് ജോബ് അനാലിസിസ്, then ജോബ് ഡിസ്ക്രിപ്ഷൻസ്, then ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോ ജോബ് അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് മിക്കപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ആരുടെ അഭിപ്രായത്തിലാണ് ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കൺസെപ്റ്റ് ആണ്. ഓക്കെ, കൺസെപ്റ്റിൽ നമുക്ക് നോക്കാം. എന്താണ് ജോബ് അനാലിസിസ്? ഈസ് എസെൻഷ്യലി അല്ലെ, എസെൻഷ്യലി എ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് analyzing data relating a job in an organization. നമുക്കറിയാം അതിന്റെ ആശയം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ ജോലി, അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് അല്ലെ, അതിനെ കുറിച്ചിട്ട് വിശകലനം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക അല്ലെ എന്നുള്ള പ്രോസസ്സാണ് ഇതിൽ വരുന്നത്. Then it refers to a scientific and systematic analysis of the job in order to obtain all pertinent factor about the job. Okay, അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം, അതൊരു സാധാരണ രീതിയിലുള്ള സ്റ്റഡി അല്ല അല്ലെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് ആണ്. അവിടെ എന്താണ് എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് വിശകലനം ചെയ്യുന്നത് അല്ലെ. കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ച് അത് ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയിട്ടാണ് അത് വിശകലനം ചെയ്യുന്നത് അല്ലെ.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടാണ് അനലൈസേഷൻ നടത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പെർട്ടിനന്റ് ഫാക്ട്സ് അബൌട്ട് ദ ജോബ്. ആ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അത് കണ്ടെത്തി അത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെ ഒരു ശാസ്ത്രീയമായ രീതിയിൽ അനാലിസിസ് അല്ലെ വിശകലനം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ പെടുന്നത്. The job analysis has been defined as the process of determining by observing and studying the task which comprise the job. Okay, the methods and equipment used and the skill and attitude required for a successful performance of the job. അപ്പൊ ഇതിലെല്ലാം ഉൾപ്പെടുന്ന നമ്മൾ കണ്ടു അല്ലെ. അതിൽ നമുക്കറിയാം എന്താണ് ആ ജോലി ചെയ്യാനായിട്ട് അതെങ്ങനെ വിജയപ്രദമായിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ നോളജും കഴിവുള്ള വ്യക്തികളൊക്കെ വേണ്ടി വരും, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടത് വരും, എന്തൊക്കെ മെത്തേഡ്സുകളാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റഡി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ സ്റ്റഡി എന്താണ് ടാസ്കുകൾ നേടിയെടുക്കാൻ അല്ലെ ഉദ്ദേശിച്ചിരിക്കുന്ന ആ വർക്കിന്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും അനലൈസേഷൻ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ജോബ് അനാലിസിസിൽ നമ്മൾ വിവരിച്ച് പഠിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ജോബ് അനാലിസിസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അനാലിസിസ് എന്ന് പറയുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അവയർനെസ് അല്ലെ. ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ജോലി എപ്പോൾ തുടങ്ങണം, എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആണ് എന്താണ് ഓരോ ജോലിയുമായിട്ട് വരുന്നതെങ്കിൽ നമുക്കറിയാം അതിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ വേണ്ടി വരും, ഇത്ര സമയത്തിനുള്ളത് ഫിനിഷിംഗ് ഗുഡ്സ് ആക്കേണ്ടതായിട്ട് വരും, ഇന്ന എക്യുപ്മെന്റ്സുകൾ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന സ്കിൽഡ് പേഴ്സൺസിനെ അവിടെ ആവശ്യമായിട്ട് വരും, അവർ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു അവയർനെസ് അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. കേട്ടോ? കണ്ടിന്യൂ ചെയ്യാലോ? ഒക്കെയാണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ജോബ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്, അതായത് അതിന്റെ പ്രോസസ് ആണ് ഇവിടെ വരുന്നത്. അതിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. Then second one, preparing job analysis. Then performing job analysis, designing job descriptions and job specifications. Then controlling job descriptions and job specifications. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ടാണ് ജോബ് അനാലിസിസ് എന്ന പ്രോസസ്സ് നടപ്പാക്കുന്നത്. അതിന്റെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എന്താ പറയുക ആ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ ക്യാച്ച് ചെയ്യാം. എത്ര സ്റ്റെപ്പാണ് ഉള്ളത്? 1, 2, 3, 4, 5 സ്റ്റെപ്സ് ആണ് അവിടെ എടുത്ത് പറയുന്നത്. അല്ലെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചെറിയ മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണാറുള്ളത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോസസിംഗ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെ. ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെങ്കിൽ എന്താണ് ഹൗ മെനി സ്റ്റെപ്സ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ എന്താണ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, then preparing the job analysis, performing job analysis, designing job descriptions and job specifications, then controlling job descriptions and job specifications. Okay, അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് വേണം നോക്കാം എന്താണ് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിനൊരു ലക്ഷ്യമുണ്ടാവും അല്ലെ. എന്തെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും അവിടെ അതിന് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട് അല്ലെ. The foremost step in the process of job analysis is defining the objective of the job analysis. Okay, ജോലിയുടെ അനാലിസിസ് അതിന്റെ വിശകലനത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യ നിർണയമാണ്. The objectives would be either of the following അല്ലെ. പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവാം. എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റീഡിസൈൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സെക്കൻഡ് വൺ റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം, ചേഞ്ച് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഡിസൈൻ ദ ജോബ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്,
Then once എന്താണ് അതില് ഓരോ സ്റ്റെപ്പ് ഇതിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ആദ്യം ഡിസൈൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലേ, നമ്മൾ കണ്ടതാണ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ജോലിയുമായി ബന്ധപ്പെട്ടത് അല്ലെ, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. എന്ത് ജോലിയാണ് അല്ലെ, അതിന്റെ ലക്ഷ്യം ഇന്ന ജോലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്ന ബിസിനസ് ആണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ന ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ, അത് എന്ത് ജോലിയാണെന്നുള്ള ആ ഡിസൈനിങ് ആണ് ഫസ്റ്റ് വരുന്നത്. റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം. ഓക്കെ, നമുക്കറിയാം ഇതില് എന്തെങ്കിലും പാക്കേജുകളൊക്കെ അല്ലെ, നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെ. അത് നമ്മൾക്കറിയാം ഇതേ യൂണിറ്റ് തുടങ്ങിയിരിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവാം അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചേഞ്ച് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി നമ്മൾ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഓക്കെ, അതിനേക്കാളും വെച്ചിട്ടുണ്ട് എപ്പോഴും നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം ആയതുകൊണ്ട് എപ്പോഴും പുതുമ അല്ലെ, പുതുമ തന്നെയായിരിക്കും എല്ലാവരെയും അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ ആ സ്ട്രക്ചറിൽ ഒരു വേരിയേഷൻ വരുത്തും അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താനുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള്. Then എന്താണ് ഒരു ഡിസൈൻ ദ ജോബ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. once the objective is selected, it should be communicated to the top management because it will support only the changes can be made in the organization. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ അനാലിസിസ് നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എങ്കിൽ നമുക്കറിയാം എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് അവിടെ എല്ലാത്തിനെയും കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സ് ഓക്കെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറച്ചും കൂടി ഭേദഗതി വരുത്തണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടി എന്താണ് വികസിപ്പിച്ച് അല്ലെ അതിന്റെ പ്രൊഡക്ഷനൊക്കെ കൂട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട വർക്ക് കാര്യങ്ങളിൽ ഒരു ചേഞ്ചസ് വരുത്തണം അല്ലെ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് റീഡിസൈൻ ദ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. once the objectives is selected, it should be well communicated to the top management because with its support only the change can be made in the organization. Okay, നമ്മളിങ്ങനെ ഒരു ചേഞ്ചസ് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെ, അവിടെ നമുക്ക് അറിയാം മാനേജ്മെന്റിന് അങ്ങനെ വരും അല്ലെ, അവിടെ എംപ്ലോയേഴ്സിന് അതിന്റെ തൊഴിലുടമയ്ക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ അത് ആരുടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും? ഫീൽഡിലുള്ള വർക്കേഴ്സിനോടാണോ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരിക? ആരോടായിരിക്കും? ടോപ്പ് മാനേജേഴ്സിനോട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ അല്ലേ അവരോട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് ഭേദഗതി വരുത്തണമെന്നുണ്ട്, അതിന്റെ സ്ട്രക്ചറിൽ ഒരു മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ പറ്റുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് മാത്രമാണ് ഈ ഒരു ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അവരുടെയും കൂടി കുറെ ഐഡിയാസും കുറച്ച് കാര്യങ്ങളൊക്കെ സജഷൻസ് ഒക്കെ കേട്ടറിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആദ്യം തന്നെ ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. അത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണോ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു മാറ്റങ്ങൾ അല്ലെ, അത് ആദ്യം തന്നെ അത് നിർണ്ണയിക്കണം. ജോബ് അനാലിസിസിലെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അത് ഈ രീതിയിലാണ് എന്താണ് ഈ ഒരു ജോബ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഒന്നല്ലെങ്കിൽ റീഡിസൈൻ ദ ജോബ് ഡിസ്ക്രിപ്ഷന്, ജോലിയിൽ അല്ലെ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റിവൈസ് കോമ്പൻസേഷൻ, അത് മാത്രമേയുള്ള നമുക്കറിയാം ഇതേമാതിരിയുള്ള മറ്റു ഏതെങ്കിലും ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയായിട്ട് അല്ലെ നമ്മൾ ഭേദഗതികളൊക്കെ വരുത്തണമെന്നുള്ളത് ചിന്തിക്കും. ചേഞ്ചസ് സ്ട്രക്ചർ, ആ ഘടനയ്ക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് ശ്രമിക്കും. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലാണ് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് മാനേജേഴ്സ് ആയിട്ട് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ട് വരുന്നുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്? പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസിൽ എന്താ പറയുന്നത്? ആഫ്റ്റർ സെറ്റിംഗ് ആൻ ഒബ്ജക്റ്റീവ്, ദ കൈൻഡ് ഓഫ് ജോബ്സ് ദാറ്റ് ആർ ടു ബി അനലൈസ്ഡ് ആർ സെലക്ടഡ്, whether the clerical jobs, managerial jobs, division specific jobs, etc.
ഓക്കെ, നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കി അല്ലെ, ഒരു എവിടെയെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് അല്ലെ, ആഫ്റ്റർ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ദ കൈൻഡ് ഓഫ് ജോബ് ദാറ്റ് ആർ ടു ബി അനലൈസ്ഡ് ആൻഡ് സെലക്ടഡ്. ഓക്കെ, നമ്മളിപ്പോ ഏത് വിഭാഗത്തിന്റെ ജോലിയാണ് വിശകലനം ചെയ്യണേ എന്നുള്ളത് സെലക്ട് ചെയ്യും. ഓക്കെ, ഞാൻ എന്താണ് അതിനുശേഷം എന്താ ചെയ്യുക, വെദർ ദ ക്ലറിക്കൽ ജോബ്സ്, മാനേജീരിയൽ ജോബ്സ് അല്ലെ, അവിടെ ക്ലറിക്കൽ ആയിട്ടുള്ള എഴുതുകുത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ, അതേമാതിരി മാനേജീരിയൽ ആയിട്ടുള്ള ജോലികൾ, അതേമാതിരി തന്നെ ഡിവിഷൻ സ്പെസിഫിക് ജോബ് എക്സെട്ര, ഇതിനെല്ലാം തന്നെ അവിടെ എന്താണ് കൃത്യമായിട്ട് തന്നെ അനലൈസേഷൻ നടത്തണം അല്ലെ. ഈ എല്ലാ വിഭാഗങ്ങളിലും കൃത്യമായിട്ട് തന്നെ വിശകലനം നടത്തണം. Then also the members who are included in the analysis and the method to be used are identified. Okay, ഏതൊക്കെ members ഇതിലെ ഉൾപ്പെടുത്തണം അല്ലെ, അനലൈസേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അനലൈസേഷൻ നടത്തണം എന്നൊക്കെ കാര്യം ചെയ്തിരിക്കുന്നു. Then at this stage the complete review of the existing job description is done to have a fair insight of the duties, responsibilities, organization chart, working conditions, hazards, etc. that are found in a specific type of job. Okay, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെ, അവിടെ ഉൾക്കാഴ്ച കൂടി മനസ്സിലാക്കണം. അതായത് ആദ്യം ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസുകൾ, ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻ ചാർട്ട്, വർക്കിംഗ് കണ്ടീഷൻ അല്ലെ. നമുക്കറിയാം ചില ഡ്യൂട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില ഡ്യൂട്ടികൾക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി മസ്റ്റായിട്ട് വേണ്ടി വരും. അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവോ? അപ്പൊ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ അവിടെ 24 hours വർക്കിംഗ് ആണ് അല്ലെ. അവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ട് വരില്ലേ? അല്ലെ. അങ്ങനെ അത്തരത്തിലുള്ള ജോലിയൊക്കെ ആണെങ്കിൽ അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറെ വിവരങ്ങളൊക്കെ നേടിയേണ്ടതായിട്ട് വരും അല്ലെ. കൃത്യമായിട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അതുമായി ചിലപ്പോൾ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ അവിടെ ഹസാർഡ്സ്, അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഡ്യൂട്ടികളാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഡ്യൂട്ടികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ആ ജോലി എന്താണ്, ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോബ് അല്ലെ. അങ്ങനെ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ജോലിയെ കുറിച്ചിട്ടുള്ള റിയലൈസേഷൻ പ്രിപ്പറേഷൻ അവിടെ നടത്തേണ്ടതായിട്ടുള്ള വരുന്നതാണ് അടുത്ത സ്റ്റെപ്പില് എടുത്ത് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ്, സെക്കൻഡ് വൺ പ്രിപ്പയറിംഗ് ദി ജോബ് അനാലിസിസ്. പർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള വിവരങ്ങൾ, അവിടെ വരുന്ന ഹസാർഡ്സ് അല്ലെങ്കിൽ അവരുടെ ആ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചാർട്ട്, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അനലൈസേഷൻ നടത്തേണ്ടതായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയറാണോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ഏത് സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോഴെങ്കിൽ ജോബ് ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെ, ഇതെല്ലാം എന്താണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അല്ലെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ള. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. എന്താണ് പെർഫോമിംഗ് ദ ജോബ് അനാലിസിസിൽ പറയുന്നത്? പെർഫോമിംഗ് ദ ജോബ് അനാലിസിസിൽ എന്താ പറയുന്നത് നോക്കാം. The next stage in the process of a job analysis is to perform or begin with the job analysis. Okay, നമുക്ക് ജോബ് അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തു, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ലക്ഷ്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞ് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ നെക്സ്റ്റ് എന്താണ് അനാലിസിസ് പെർഫോമൻസ് നടത്താനായിട്ട് അല്ലെ. അതിൻ്റെതായിട്ടുള്ള പ്രകടനങ്ങൾ എടുക്കാനുള്ള കാര്യമാണ്. The sufficient time should be allotted for collecting the job details from the employees. Okay, employee നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ടാവും ജോലിയുമായി ബന്ധപ്പെട്ടതൊക്കെ. അപ്പൊ സഫീഷ്യന്റ് ടൈം ഒക്കെ അതിനനുസരിച്ച് കൺവേർട്ട് ചെയ്ത് അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. The information from the employees can be collected through questionnaires, interviews, or through an observation method. നമുക്കറിയാം എംപ്ലോയീസിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെങ്കിൽ പല മെത്തേഡുകളുണ്ട് അല്ലെ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. അതൊക്കെ ഏതൊക്കെ മെത്തേഡിലൂടെ ഇൻഫോർമേഷൻ
ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുക? ക്വസ്റ്റ്യൻസ് വഴി കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ചോദ്യങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ ജോലി ഇത്തിരി കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ പറ്റും എന്നൊക്കെ കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ചോദിച്ച് അവരിൽ നിന്നും ഉത്തരങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ ഇന്റർവ്യൂ ചെയ്ത് അല്ലെ, ഒരു പർട്ടിക്കുലർ പേഴ്സണെ വിളിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രൂപ്പുകളുടെ ഒരു പേഴ്സണെ എന്താണ് തെരഞ്ഞെടുത്ത് വിളിച്ച് ഇന്റർവ്യൂ നടത്തിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ കളക്ഷൻ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെ, അവർ ചെയ്യുന്ന ഡ്യൂട്ടി ഒബ്സർവ് ചെയ്ത് അവരിൽ നിന്ന് കുറച്ച് ഡാറ്റാസ് ഒക്കെ ഈ പണികൾ അല്ലെ അവർക്ക് എളുപ്പമാക്കാനായിട്ട് ഇതിന്റെ കാരണം ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. അതല്ലെങ്കിൽ കുറച്ചും കൂടി എംപ്ലോയിയുടെ അവിടെ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ അത്തരം എംപ്ലോയീസിന്റെ ആവശ്യകത ഇല്ല എന്നുള്ളതൊക്കെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. After collecting the information, it must be organized on the basis of its nature, division, department. Okay. അതിനുശേഷം ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് അതെല്ലാം തന്നെ സ്വരൂപി കൃത്യമായിട്ട് തന്നെ അല്ലെ അവിടെ കൈകാര്യം ചെയ്യണം. ഓരോ നേച്ചർ അനുസരിച്ചിട്ടുള്ള ഡീവിയേഷൻ ഒക്കെ വരുത്തി ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ അത് കൈകാര്യം സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അതെല്ലാം ഏത് സ്റ്റെപ്പിൽ വരുന്നതാണ്? പെർഫോമിംഗ് ദ ജോബ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാം പരിഗണിക്കുന്നതിന് അവരുടെ എന്താണ് കൃത്യമായിട്ട് തന്നെ അല്ലെ അതനുസരിച്ചിട്ട് തന്നെ ക്രമീകരിച്ച് കൈകാര്യം ചെയ്ത് വെക്കണം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് ജോബ് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജോലി ചെയ്യുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണോ? വർക്കുമായി ബന്ധപ്പെട്ട. ഓക്കെ, അപ്പൊ ആ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു പേഴ്സൺ. ഓക്കെ, ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങള് ഓക്കെയാണ്, ഇവിടെ തന്നെയുണ്ട്. അപ്പൊ അതിൽ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? ഡിസൈനിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. At this stage, the job analyst creates a draft of the job description and the job specification. അതായത് അവരൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നു. After organizing the information, the changes that need to be made in the jobs in identified and is written on the paper. ഈ പേപ്പറിൽ നമുക്കറിയാം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ആവശ്യകതകൾ, എല്ലാ ചേഞ്ചസുകൾ അല്ലെ ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം റിട്ടൺ ആയിട്ട് തയ്യാറാക്കുന്നു. Once the draft gets prepared, it is passed on the manager, supervisor and the employees. Okay, നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ആവുമ്പോൾ അത് നമുക്കറിയാം തയ്യാറാക്കി മാനേജേഴ്സിന് കൈമാറുന്നു. സൂപ്പർവൈസേഴ്സിന് അല്ലെ മാനേജേഴ്സ് അതെല്ലാം ഒക്കെയാണ് കറക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂപ്പർവൈസേഴ്സിന് കൈമാറുന്നു. അത് എന്താണ് എംപ്ലോയിയുടെ തലങ്ങളിലേക്ക് എത്തും, അതായത് അവിടുത്തെ തൊഴിലാളികളിലേക്ക് എത്തുന്നു. ഇവിടെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ഒരു ചാർട്ടുകൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ജോബ് അനാലിസിസിൽ വരുന്ന ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. അതായത് നമ്മൾ മേലെയുള്ളതെല്ലാം എടുത്ത് തരുന്നിട്ടില്ല, ഇതിന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാവാനായിട്ട് ഒരു കാര്യം പറയാണ്. എന്താണ് ജോബ് ടൈറ്റിൽ അല്ലെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജോലിയുടെ ടൈറ്റിലുണ്ട്, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു ആർക്കൊക്കെയാണ് റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടത്, വർക്കിംഗ് കണ്ടീഷൻസ്, എന്തൊക്കെ വർക്കിംഗ് കണ്ടീഷൻസ് അവിടെ വരാം, ജോലിയുമായി ബന്ധപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മെഷീനുകളൊക്കെ ഉപയോഗിക്കേണ്ടത് വരും, ഈ ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അപകടങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ എന്തിൽ പെടുന്നതാണ്? അതെപ്പോഴും ക്വസ്റ്റ്യൻ മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കണം. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള വിവരങ്ങൾ. അതിൽ പെടുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഓട് വൺ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ രണ്ട് കോളങ്ങൾ ഒന്നിച്ചൊക്കെ തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ജോലിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണെങ്കിൽ അതില് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പെടുക. അവിടെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, സ്കിൽസ്, റെസ്പോൺസിബിലിറ്റീസ്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് സെൻസറി ഡിമാൻഡ്സ്,
ഓക്കെ, അവിടെ എന്താണ് ആ പർട്ടിക്കുലർ പേഴ്സണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സ്പെസിഫിക്കേഷനിൽ വരുന്നത് അല്ലെ. അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ പരിശീലനം, അവരുടെ ട്രെയിനിങ് അല്ലെ, അവരുടെ പരിശീലന കാലയളവും കാര്യങ്ങളും ഒക്കെ, സ്കിൽസ്, അവരുടെ കഴിവുകള്, റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള്, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ്, വൈകാരികമായിട്ടുള്ള സവിശേഷതകള്, എന്താണ് സെൻസറി ഡിമാൻഡ്സ് ഒക്കെ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഡിമാൻഡ്സ് കാര്യങ്ങൾ. പർട്ടിക്കുലർ പേഴ്സൺ അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേഴ്സണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് എങ്കിൽ അത് ജോബ് സ്പെസിഫിക്കേഷനിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? അതായത് after this stage the job analyst creates a draft of the job description and the job specification അല്ലെ. അവര് ഇതെല്ലാം തന്നെ ഡ്രാഫ്റ്റ് ആക്കുന്നു. അതായത് ഇന്ന കാര്യങ്ങൾ എന്താണ് ടൈറ്റിൽ, എന്ത് ജോലിയാണ്, എന്തുമായി ബന്ധപ്പെട്ടുള്ള ഹസാർഡ്സ് എന്താണ് എന്നൊക്കെയുള്ള ജോലിയുമായി ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷനും, അതേമാതിരി തന്നെ ജോലി ഈ ഒരു തരത്തിലുള്ള ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളും അല്ലെ, അവരുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും വൈകാരിക ബന്ധങ്ങൾ, കഴിവുകൾ അല്ലെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജോബ് സ്പെസിഫിക്കേഷനിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. And after organizing the information, the changes that ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വിലപ്പെട്ട അറിവുകളെല്ലാം തന്നെ എന്താണ് അവര് കൃത്യമായിട്ട് തന്നെ റിട്ടേൺ പേപ്പറിൽ ആക്കിയിട്ട് ആർക്ക് കൊടുക്കുന്നു? അത് തീർച്ചയായിട്ടും മാനേജേഴ്സിൽ എത്തിക്കുന്നു. മാനേജേഴ്സ് അതിനെന്തെങ്കിലും കറക്ഷനും ഭേദഗതികളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അതനുസരിച്ചിട്ട് സൂപ്പർവൈസേഴ്സിന് കൊടുക്കുന്നു. സൂപ്പർവൈസേഴ്സ് എന്താണ് എംപ്ലോയീസിലേക്ക് അത് കൈമാറും. ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇത്തരത്തിലുള്ള ഇതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് കൺട്രോൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ, നമ്മളിങ്ങനെ ഒരു ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇന്ന ജോലി ഇന്ന ഇന്ന റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു കൊടുക്കുന്നു അല്ലെ, ഇന്ന റിപ്പോർട്ടിങ് ഉത്തരവാദിത്തങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവരെ കുറിച്ചിട്ട് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷൻ, ജോബ് ഡ്യൂട്ടീസ്, അതേമാതിരി മെഷീൻ, ഇതൊക്കെ കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എന്താണ് ഇതെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. അവരെ തീർച്ചയായിട്ടും ആ ജോലിയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം മാനേജ്മെന്റ് തീർച്ചയായിട്ടും എംപ്ലോയീസിനൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് എന്തെങ്കിലും അധികം എന്താണ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ അതിന്റെ ആവശ്യകത ഇല്ല എന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. കുറവാണെങ്കിൽ അതൊക്കെ എന്താണ് അഡീഷണൽ ആയിട്ടൊക്കെ അവിടെ എത്തിക്കേണ്ടതായിട്ടും വരുന്നു അല്ലെ. അപ്പൊ എല്ലാ ഇത്തരത്തിലുള്ള ഈ ഡാറ്റാസ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ജോലിക്ക് അവിടെ ഉണ്ടോ, മതിയായ രീതിയിൽ അധികമായിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു, മതിയായ രീതിയിൽ ഇല്ല എങ്കിൽ അത് തരപ്പെടുത്തി കൊടുക്കേണ്ടതും അവിടെയുള്ള തൊഴിലുടമയുടെ ഡ്യൂട്ടി തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് നോക്കാം എന്താണ് പറയുന്നത്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ്, wherein the job descriptions and the specification are timely checked and modified according to changing need of the organization. ഓക്കെ, ടൈം ടു ടൈമിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ നമ്മളത് ചെക്ക് ചെയ്യുന്നു. ഇപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ്, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഇത്ര ട്രെയിനിങ് കിട്ടിയ പേഴ്സൺസ് ഒക്കെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് എന്താണ് ജോബ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജോബ് സ്പെസിഫിക്കേഷനിലുണ്ട്. അതനുസരിച്ചിട്ടൊക്കെ ഇല്ല എങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും അല്ലെ. അഥവാ അതനുസരിച്ചിട്ട് അവര് കുഴപ്പം മനസ്സോടും കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള കൺട്രോളിംഗ് നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണ് ജോബ് അനാലിസിസിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, വിച്ച് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. എന്തായിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പ്? രണ്ട് സ്റ്റെപ്പ് പഠിക്കാൻ എളുപ്പമാണ്. ഒന്ന് ഡിസൈൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, മറ്റൊന്നെന്താണ് അതിന്റെ മുമ്പ് കൺട്രോൾ ചെയ്യുക അല്ലെ, കൺട്രോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. അല്ലേ? നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. സ്റ്റെപ്പ് ഓക്കെ അല്ലേ? എല്ലാ സ്റ്റെപ്പും ക്ലിയർ ആയില്ലേ? ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്, പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ് ഒക്കെയാണ്.
preparing job analysis, designing job description and job specification, controlling job descriptions and job specification. Okay, the last paragraph. The job analysis results in the job description and the job specification. The job description comprises of the job duties, the level of responsibilities, working conditions, etc. And whereas the job specification tells about the skills, education, background, the qualification, training, communication skills required to perform a specific job. അതായത് നമ്മൾ ഈ പറഞ്ഞ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും തന്നെയാണ് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ജോബ് അനാലിസിസ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ജോബ് ഡ്യൂട്ടീസ് അല്ലെ അതില് ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമുക്കറിയാം ആ ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ചുമതലകളും അല്ലെ ആ വർക്കിംഗ് കണ്ടീഷൻസ് ഹസാർഡ്സ് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അതൊക്കെ കാര്യങ്ങൾ അത്തരത്തിലുള്ള ഡീറ്റെയിൽസിലൊക്കെ കൈകാര്യം ചെയ്യുന്നു. അതേമാതിരി തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യാൻ യോഗ്യനായ വ്യക്തിയുടെ അല്ലെ സ്കിൽസ്, എഡ്യൂക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ക്വാളിഫിക്കേഷൻ, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ അല്ലെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസുകളും അവിടെ എന്താണ് കൈകാര്യം ചെയ്തെടുക്കുന്നു. അതനുസരിച്ചിട്ടാണ് ഇവര് യോഗ്യരായ വ്യക്തികളൊക്കെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത്. ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കഴിവും യോഗ്യതയുമുള്ള വ്യക്തികളെ തന്നെയാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ. എങ്കിൽ മാത്രമല്ലേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആണോ? ഈ പോയിന്റ്സുകളും ജസ്റ്റ് നോക്കേണ്ടതാണ്. ഇതിലും ഈ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ഓരോ ഡൗട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചോദിച്ച് കാണാറുണ്ട്. വായിച്ചു നോക്കാം. അല്ലേ? ക്ലിയറല്ലേ? job analysis, approaches of a job design. Okay, Anna. അടുത്തൊരു ഭാഗം കൂടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കിടക്കാം. അടുത്തൊരു വലിയൊരു ചാപ്റ്റർ ആണ്. നിങ്ങൾ നെക്സ്റ്റ് ദിവസം വരുമ്പോൾ നമുക്ക് ആ ചാപ്റ്റർ എടുക്കാം. ചാപ്റ്റർ നമ്പർ ഞാൻ എടുത്ത് വെക്കുമ്പോൾ എവിടെ കിടക്കുന്നതാണെന്നുള്ളത് ഇത് വരെ ഇതല്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ
എന്താണ് ഡിസിപ്ലിൻ എംപ്ലോയി മാനേജിംഗ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. ചാപ്റ്റർ 5 ആണ് നമുക്ക് നെക്സ്റ്റ് എടുക്കേണ്ടത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. വലിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, നിങ്ങൾ ഒന്നിച്ച് ടെക്സ്റ്റ് ബുക്ക് തന്നെയല്ലേ? ഓക്കെ, വെക്കാം. എന്തായാലും ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോയതാണ്. അതായത് നമ്മള് ലാസ്റ്റ് ടോപ്പിക്ക് കുറച്ചും കൂടിയേ ഉള്ളൂ. ഇനി നമുക്ക് എടുക്കാനുള്ളത് പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. Job analysis plays an important role in the recruitment and selection, evaluation, job designing, deciding compensation and benefit packages, performance appraisal, analyzing, training and development rates, assigning the goals of a job and increasing personal as well as organization productivity. നമുക്കറിയാം ഈ ഒരു ജോബ് അനാലിസിസ് നടത്തുന്നതിന് വളരെയധികം പ്രത്യേകതകളുണ്ട് അല്ലെ. രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അനലൈസേഷൻ അനാലിസിസ് നടത്തുക എന്നുള്ളത് നമുക്കറിയാം ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ജോലിയെ കുറിച്ചിട്ടും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജോബിന്റെ ഡയറ്റ്, ലൊക്കേഷൻ, സമ്മറി, റിപ്പോർട്ടിംഗ് ടു വർക്കിംഗ് കണ്ടീഷൻ, ജോബ് ഡ്യൂട്ടീസ്, then machine to be used, hazards അതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ, വർക്കിംഗ് കണ്ടീഷനുകൾ, അല്ലെങ്കിൽ എക്യുപ്മെന്റ് മെഷീൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം എല്ലാത്തിനെയും കുറിച്ചിട്ട് ഒരു അവയർനെസ് അവിടെ ഉണ്ടാവാണ് ജോബ് അനാലിസിസ് നടത്തുന്നത്. അത് മാത്രമല്ല ആ ജോലിയുമായി ബന്ധപ്പെട്ട പേഴ്സൺസിനെ കുറിച്ചിട്ടും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് ഇത് പല കാര്യങ്ങൾക്കും ഇത് ഉപകാരപ്രദമാണ് അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു എംപ്ലോയീസിനെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഓക്കെ ഇത്തരത്തിലുള്ള സ്കില്ല് ഇത്രയും അല്ലെ, ഇത്രയും എക്സ്പീരിയൻസ്, ഇത്രയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇത്രയും എന്താണ് ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പേഴ്സൺസിനെയാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെ പലതും അല്ലെ. ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ഏകദേശം നല്ല ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ ജോലിക്ക് യോഗ്യരായ വ്യക്തിയെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും അല്ലേ. സാധിക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഡിസൈഡിങ് കോമ്പൻസേഷൻ. ഇപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് അവരെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ജോലിയെ കുറിച്ചിട്ട് വിലയിരുത്താൻ അല്ലെ. ജോബ് നമ്മൾ കണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ജോലിയെ വിലയിരുത്താൻ സാധിക്കുന്നു. ജോബ് ഡിസൈനിങ് കോമ്പൻസേഷൻ. കേസ് നമുക്കറിയാം ഈ ഇത്രയും സ്കില്ലും കഴിവുള്ള വ്യക്തികള് നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളെ അട്രാക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൊടുക്കണമെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എത്താൻ സാധിക്കും. പെർഫോമൻസ് അപ്രൈസൽ അവരെ കുറിച്ചിട്ട് വിലയിരുത്താൻ. കാരണം നമുക്കറിയാം ഇന്നിന്ന ജോലി അല്ലെങ്കിൽ ഇന്നിന്ന ഉത്തരവാദിത്തം, ഇന്നിന്ന റിപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവരുടെ പ്രകടനം അത് എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് വിലയിരുത്താൻ സാധിക്കും. അല്ലെങ്കിൽ ട്രെയിനിങ് ഈ കേസ് അവർക്ക് കൃത്യമായിട്ട് തന്നെ അവർ ഉദ്ദേശിച്ച രീതിയിൽ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ്ങിലേക്ക് അപാകതയായിരിക്കാം അല്ലെ. അങ്ങനെ വരുമ്പോൾ അവരുടെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ അവരുടെ സ്കില്ലും നോളജ് ഒക്കെ വികസിപ്പിച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്തു. ഗ്രോത്ത് ഓഫ് ജോബ്, ഇൻക്രീസിംഗ് പേഴ്സണൽ ആസ് വെൽ ആസ് ഓർഗനൈസേഷൻ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമുക്കറിയാം അവര് നല്ല മാക്സിമം എഫോർട്ടോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് ഓർഗനൈസേഷന്റെ ഉത്പാദനക്ഷമത വർദ്ധിക്കാനായിട്ടും സാധിക്കും. അപ്പൊ അനലൈസേഷൻ നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. അനലൈസേഷൻ നടത്തുമ്പോഴാണ് ജോലിയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റിനും പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ്. അതിന്റെ മോർ എക്സ്പ്ലനേഷൻ ആണ് നമുക്ക് താഴെ പിടിക്കാനുള്ളത്. എന്തായാലും ഓടിച്ച് എടുത്ത് തീർക്കുന്നില്ല. എന്തായാലും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ 5ാമത്തെ ലെസൺ സ്റ്റാർട്ട് ചെയ്യും. ഒപ്പം തന്നെ ഈ ഒരു കുറച്ച് പോയിന്റ്സ് അല്ലെ, ഈ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ പോയിന്റ്സുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഇത്രയും കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ ഇന്നലത്തേല്? മ്യൂട്ടാക്കിയിട്ടുണ്ട്.
എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയാട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ദിവസം കാണാം. താങ്ക് യു. പ്രോസസ് എന്തായാലും എനിക്ക് നെക്സ്റ്റ് അവരുടെ ക്ലാസ് ഉണ്ട്, പെട്ടെന്ന് തീർക്കാൻ സാധിക്കില്ല. അതായത് എന്തായാലും ക്ലാസ് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കയറിയതുകൊണ്ടായിരിക്കും അല്ലെ. ഇങ്ങനെ എന്തായാലും ക്ലാസ് ഒന്ന് കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. താങ്ക് യു.